എനിക്ക് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇങ്ങനെ തുള്ളാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അധികം ഇളക്കാത്തത്. സത്യമായിട്ടും ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞങ്ങളെ കാണിക്കണ്ട. അപ്പോ എനിക്ക് എനർജി ഇല്ല എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എപ്പിസോഡിലും അങ്ങനെ തന്നെ ബെൽറ്റ് ഇടാത്തോണ്ട് അവൻ ഒരു എപ്പിസോഡിൽ തുള്ളാത്തത്. പക്ഷെ ഇത്രയും എനർജി എന്റെ ഇല്ല. അപ്പൊ പ്രേക്ഷകരെ എല്ലാവർക്കും മ്യൂസിക്കൽ വൈഫിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഏറെ സന്തോഷത്തോടെ ഇതേ ആവേശത്തോടെ ജഡ്ജസിനെ 3 പേരെ വെൽക്കം ചെയ്യാം. ബിന്നി ചേച്ചി സ്വാഗതം. ഔസേപ്പച്ചൻ സർ സ്വാഗതം. രഞ്ജിനി ചേച്ചി വെൽക്കം. ഓക്കെ മീനാക്ഷി, ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താണ്? മ്യൂസിക്കൽ വൈഫ്സിന്റെ മുഖത്തൊക്കെ ഒരു ചെറിയ ദുഃഖം കാണുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ റീസൺ എന്താന്ന് എനിക്കറിയാം. അതായത് അത് ദുഃഖമല്ല, അതൊരു ചെറിയൊരു പേടിയും കൂടാണ്. ഭയം എന്നും പറയാം. അവരുടെ മുഖത്തൊരു ചെറിയ ഭയം, ടെൻഷൻ. കുറച്ചവരെല്ലാരും കുറച്ച് ആങ്ഷ്യസ് ആണ്, കുറച്ച് ഭയന്നിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ ഈ ഘട്ടം അവസാനിക്കാൻ ഇനി ഏതാനും പാട്ടുകൾ മാത്രം. ജഡ്ജസ് എപ്പോഴും പറയാനുള്ളതാണ്, ഓരോ ഘട്ടം കഴിയും തോറും നമ്മുടെ മത്സരം ഇങ്ങനെ മുറുകി വരികയാണ്. അവർക്കും വിഷമമുണ്ട്. ഇവിടെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ തൽക്കാലമാണെങ്കിൽ പോലും അവർ മാറ്റി നിർത്തുന്നതിൽ നമ്മുടെ ജഡ്ജസിനും വളരെയേറെ വിഷമമുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ, മാറ്റി നിർത്തേണ്ടത് ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ ഇവിടെ എലിമിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോ അതിന്റെ ഒരു ടെൻഷനും വിഷമമൊക്കെയാണ് നമ്മുടെ അടുത്തെത്തി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. മീനാക്ഷി, ഏത് റൗണ്ട് വേണം? നമ്മുടെ ലെജൻഡ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ട് ആണ്. ലെറ്റ്സ് വെൽക്കം രമ്യ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പോവേ. മാനത്തെ കോട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടില്ല. എന്തു പറഞ്ഞാലും നീ
മനസ്സിലുള്ളൊരു നൊമ്പരത്തിൻ കേൾക്കാത്തൊരീണം. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ. താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? ചോദിക്കാം, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല അല്ലേ? ടെൻഷനാണല്ലോ. എന്ത് പറ്റി ഔസേപ്പച്ചൻ സാർ? സാർ എങ്ങനെയുണ്ടായിരുന്നു? രമ്യ സാർ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ പാട്ട് തുടങ്ങുമ്പോൾ ഭയങ്കര ഹസ്കി. എന്ത് പറഞ്ഞാലും നീ അത് എന്തിനാ അങ്ങനെ എത്രയും ഹസ്കി ആക്കണേ? അത് ഒരു സ്നേഹം കൂടുതൽ കാണിക്കാൻ അല്ലേ, ഒരു പ്രണയം അല്ലെങ്കിൽ കൊഞ്ചൽ, അത് ഹസ്കി ആക്കണം എന്നില്ല. ഇപ്പൊ ദാസേട്ടനൊക്കെ പാടാൻ കണ്ടിട്ടില്ലേ? എന്ത് പറഞ്ഞാലും ഇങ്ങനെയും പാടാം. എന്ത് പറഞ്ഞാലും അങ്ങനെ പാടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന ശ്രുതിയൊക്കെ ചേരാണ്ട് വരും. ഇതിൽ മെയിൻ പ്രോബ്ലം ഞാൻ നോക്കിയത്, നല്ല പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഒരു ട്രാക്കിൽ വല്ലാണ്ട് ഔട്ട് പോകുന്നില്ല, എന്നാൽ വല്ലാണ്ട് ഉള്ളിലും വരുന്നില്ല. ഇങ്ങനെ ഒരു പെരിഫറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിച്ചിങ്ങിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്ത് പറഞ്ഞാലും ആ നോട്ടിലേക്ക് തന്നെ എത്തണം. എന്ത് പറഞ്ഞാലും നീ, അത് നീ എന്ന് പോരാ, നീ എന്റേതല്ലേ വാവേ. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ആ പിച്ചിൽ നിൽക്കണം. ഈ എന്ത് പറഞ്ഞാലെന്നുള്ള ഒരു 2 ലൈൻ കറക്റ്റ് പിച്ചിലൊന്ന് പാടാമോ? എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ഇന്ന് പിണങ്ങാതെ ഒന്ന് കൂടെ പോരുവാവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ. താരാട്ടും പാട്ടിൽ താരാട്ടും ഒന്ന് പോണ്ട, താരാട്ടും പാട്ടും താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ പിന്നെയും പിന്നെയും നീ. അത് ഞാൻ ഇതെന്തിനാ പറയണെന്നറിയോ? ഇത്രയും അതിൽ നോട്ട്സ് പോകുന്നതെല്ലാം അതായിരുന്നു, പിച്ചിൽ കൂടെ തന്നെയാണ് അവർ പാടിയിരിക്കുന്നത്. ആ പിച്ചില് കറക്റ്റായിട്ട് വന്നാൽ ഭയങ്കര സുഖമായിരിക്കും. വാട്ട് യു സാങ് ഈസ് ഗുഡ്. അങ്ങനെയല്ലോ, നമ്മൾ സ്പെഷ്യൽ അല്ലേ, മ്യൂസിക്കൽ വൈഫ്. ഇത്രയും കാലമായിട്ട് ഇവിടെ ബിന്നി ചേച്ചിയൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എത്ര ലക്ഷം രൂപ കൊടുത്താലും തീരത്തില്ല നിങ്ങളുടെ കടപ്പാട്, മനസ്സിലായോ? അതുകൊണ്ടാണ് പറയണേ. അപ്പോൾ നിങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് മാത്രം ഒരു ചെറിയ കുറവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി പാടിയതും ഇതൊക്കെ ഫീലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ബിന്നി ചേച്ചി. രമ്യ ചേച്ചി, ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു കാലത്ത് എല്ലാ കൊച്ചുകുട്ടികളും ഈ പാട്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ. അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഈ പാട്ട് ഇഷ്ടപ്പെട്ട് ഒരു കുഞ്ഞ് ഇത് കേട്ട് മാത്രം ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ അറിയാം, ചിത്ര ചേച്ചിയുടെ മോള്. ഫുൾ ടൈം ആര് പോയാലും നമ്മളെല്ലാരും എന്ത് പറഞ്ഞാലും നീ എന്റേതല്ല, ഇങ്ങനെ നമ്മളും കൊഞ്ചും വാവേ എന്നൊക്കെ പറഞ്ഞ് നമ്മളും കൊഞ്ചും. ആ കുഞ്ഞിനത് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു ഈ പാട്ട്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നുകൂടി പോരൂ പൂവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ. താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. അപ്പോൾ ഒരു നിമിഷം അതെല്ലാം ഞാൻ ആലോചിച്ചു പോയി. രമ്യ നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ കുറേ ശ്രുതി പ്രോബ്ലംസ് അവിടെ ഇവിടെയുണ്ട്. പാടിയ ഫീലൊക്കെ നന്നായിരുന്നു. ഞാനതിലേതുകൊണ്ട് കണ്ണിൽ തൊട്ടാലും എന്നുള്ള ഒരു
സംഭവം ആ തൊട്ടാലും അതൊക്കെ കറക്റ്റ് നല്ല സൂപ്പർന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നന്നായി പാടിയിട്ടുണ്ട്. പക്ഷേ ഒരു ലൈൻ ശരിയാണ്, അടുത്ത ലൈനിൽ ഒരു വേരി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പം ആസ്വാദനം നമുക്ക് മുഴുവൻ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. സാരമില്ല, പക്ഷെ പാടിയത് നന്നായിരുന്നു. കുറേ ഭാഗങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ശ്രദ്ധിക്കുക അത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബിന്നി ചേച്ചി. രഞ്ജന രഞ്ജിനി ചേച്ചി. ചേച്ചി രമ്യ ചേച്ചി, നല്ലൊരു പാട്ടല്ലേ, നമ്മളെല്ലാരും ഒരുപാട് സ്റ്റേജിൽ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. എനിക്കിപ്പം രമ്യ പാടിയതേ ഭയങ്കര നന്നായിട്ട് തോന്നി. പക്ഷെ ഹമ്മിങ്ങിലും ഈ പറഞ്ഞ പോലെ നാരാരിരാരോ ആരാരിരോ ഇത് വന്നില്ല. എവിടെയോ ടേപ്പറൊക്കെ ചെയ്തു പോയി കംപ്ലീറ്റ്ലി. അതെനിക്ക് തോന്നി ഓവർ ഹസ്കിനെസ് വന്നിട്ടാന്ന് തോന്നുന്നു. ഓവർ ഹസ്കിനെസ് അല്ല, എനിക്ക് ഇപ്പൊ 2 തവണ പാടി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഇല്ല പാടുന്നൊക്കെ. ഇവര് കറക്റ്റ് ചെയ്ത് തന്നാൽ എനിക്കിത് പാടി പഠിക്കാൻ അത് പറ്റുന്നില്ല. പാടാൻ പറ്റാത്ത തൊണ്ടയ്ക്ക് കുഴപ്പമുണ്ടായിട്ടോ ഒന്നുമല്ല, റോങ് സിംഗിങ് ടെക്നിക്കാണ്. എനിക്കൊരു പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത ദിവസം ബാക്ക് ടു ബാക്ക് ഷോസ് ഒരു 7 കൊല്ലം മുമ്പ്, ഓക്കെ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ദിവസം പാടാൻ ഒച്ചയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമാണിത്, റോങ് സിംഗിങ് ആണ്, ടെക്നീക്ക് തെറ്റിയിട്ടാണ്. രമ്യ ഇവിടുന്നാ പാടുന്നേ, അത് പുഷ് ചെയ്യേണ്ടത് ഇവിടുന്നാമാ, നീ ത്രോട്ട് എന്നാണ് പുഷ് ചെയ്യണേ. അപ്പൊ ത്രോട്ടിൽ നിന്ന് പുഷ് ചെയ്ത് ത്രോട്ട് കുറച്ച് കഴിയുമ്പോൾ അടയും. ത്രോട്ടിന് സ്ട്രെസ് വരുന്നതാണ് ഈ സാധനം. ത്രോട്ട് നല്ല പാടണ്ടേ. എന്തു പറഞ്ഞാലും നീ, ഇതല്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ, ഇവിടുന്നാണ് വന്നെ. ഇവിടുന്ന് ആ റെസനൻസ് വരണം. അപ്പൊ ത്രോട്ട് വളരെ നോർമലായിട്ടിരിക്കും. ഈ ചെസ്റ്റ് മൂവ് ചെയ്യരുത്. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, മനസ്സിലായോ? ഇത് അൺലേൺ ചെയ്യാനായിട്ട് എനിക്ക് 6 മാസം എടുത്തു. അൺലേൺ ചെയ്ത് ലേൺ ചെയ്യാൻ. അൺലേൺ ചെയ്യാനായിട്ടൊരു പ്രോസസ്സാണ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വയസ്സാവും തോറും നമ്മൾ റോങ് ടെക്നിക്കിൽ പാടിക്കൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തിനനുസരിച്ച് ആ നേരത്ത് യങ് ആയിട്ടിരിക്കുമ്പോൾ അതങ്ങ് പൊക്കോളും, ആ ഒരു ഓളത്തിൽ അങ്ങ് പോകും. വയസ്സാവുമ്പോൾ നമ്മുടെ മസിലും എല്ലാം നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുക, ഡിറ്റീരിയോറേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ നേരത്ത് നമ്മളുടെ ശരീരത്തിന്, ചേച്ചി പറഞ്ഞ പോലെ യോർ സൈസ്, യോർ ത്രോട്ടിനനുസരിച്ച് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പാടാൻ പറ്റില്ല. അത്രയും കാലം നമ്മൾ പാടിയും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടത് വരും. ആ സിംഗിങ് ടെക്നീക്ക് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന, ഞാൻ ഔട്ട്സൈഡ് ഓഫ് ദിസ് ഷോ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന അതത്രേ ഉള്ളൂ. എനിക്ക് എന്ത് അറിവുണ്ടോ, എനിക്കെല്ലാം അറിവുണ്ടെന്നല്ല ഞാൻ പറയണത്, എനിക്ക് എന്ത് വർക്ക്ഔട്ടായോ ഞാൻ രമ്യക്ക് പറഞ്ഞുതരാം. ഈ പ്രശ്നം ഇല്ലാണ്ടിരിക്കും. വലിയ കാര്യമല്ലേ? ഓക്കെ, അതെ അതെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേച്ചിയോട് ചോദിച്ചാൽ മതി, ചേച്ചിയും പറഞ്ഞുതരും. ത്രോട്ടിനെ എഫക്ട് ചെയ്യാണ്ട് എങ്ങനെ പാടണം വിത്ത് യുവർ ഡയഫ്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കവിളീന്ന് പാടുക, മൂക്കിന്റെ ഓട്ടേന്ന് പാടുക. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഒട്ടും വോയിസ് അങ്ങനെ ഇല്ല. പക്ഷെ അത് കേൾക്കണവർക്ക് ചിലപ്പം തോന്നിയെന്ന് വരില്ല, വോയിസ് എനിക്ക് പ്രശ്നമില്ലാന്ന്. അത് നമ്മൾ ഇപ്പം ഞാൻ ചിലപ്പോൾ കവിളിന്നായിരിക്കും പാടുന്നത്, മൂക്കിന്നായിരിക്കും, തലേന്നായിരിക്കും. ഇതൊക്കെ ഫീമെയിലിനുള്ള പ്രോബ്ലം ഉള്ളേ. പല രജിസ്റ്റേഴ്സിലുണ്ട്, നമുക്ക് പല രജിസ്റ്റേഴ്സിലും പാടണം. ഇത് ഞാൻ ബോംബെ പോയിട്ട് അൺലേൺ ചെയ്താ. ഇവിടുത്തെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ വോക്കൽ കോച്ച് ഉണ്ട്, ജെനിഫർ ഡിസൂസയുടെ അടുത്ത് ഞാൻ പോയി പഠിച്ചതാണ്. ഞാൻ ഇരുന്ന് കരഞ്ഞു, അവിടെ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞു. എന്റെ തൊണ്ട പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നോ രഞ്ജിനി, യു ഹാവ് നോട്ട് ലോസ്റ്റ് യുവർ വോയിസ്, ഇറ്റ്സ് ദ റോങ് ടെക്നീക്ക്. ഇവിടെ നിന്നെ പോലെ എത്ര വലിയ സിംഗേഴ്സ് ഇവിടെ വന്ന് തൊണ്ട പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന്. കാരണം 35 ഇസ് ദി ഏജ് വെൻ ഇറ്റ് ചേഞ്ചസ്. അതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും 35 വയസ്സല്ല, എല്ലാവരുടെയും അഗൈൻ സംഭവങ്ങൾ മാറുന്ന ഒരു ഏജ് ഉണ്ട് മാ, മനസ്സിലാവുന്നുണ്ടോ? സോ ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ്, ഡോണ്ട് ഗെറ്റ് വറിഡ്. തൻ്റെ തൊണ്ടയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, ക്ലിങ് തൊണ്ടയാണ്. ഓക്കെ, പാടുന്ന രീതി. അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റിയിട്ട് ഈ പാട്ട് പിന്നീട് ഒരിക്കലും പാടുമ്പോൾ രമ്യക്ക് മനസ്സിലാവും എന്ന് രഞ്ജി ചേച്ചി പറഞ്ഞ കറക്റ്റാണ്. വിഷമിക്കണ്ട. ചിലപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിത് പറയാൻ തോന്നിയില്ലേ. എല്ലാത്തിനൊരു നിമിത്തമുണ്ട്, എല്ലാത്തിനൊരു കാരണമുണ്ട് നടക്കണേന്. ദാറ്റ്സ് ഇറ്റ്. എല്ലാം നല്ലതിന്. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. ഓക്കെ ആണോ? എന്ത് പറ്റി? രഞ്ജിനി പറഞ്ഞ കാര്യങ്ങള് മനസ്സിലാവാത്തതിന്റെ വിഷമത്തിലാണ് കരയണെന്ന് തോന്നുന്നു. മുഴുവൻ മനസ്സിലായിട്ടില്ല. എന്തിനാ കരയുന്നത്? അതിപ്പോ ഒറ്റയടിക്ക് ഇവിടെ നിന്നിട്ട് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് സൊല്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ് എന്ന് അറിഞ്ഞിട്ട് സമാധാനിക്കുക. ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇതിന്റെ അപ്പുറത്തെ പ്രശ്നമായിരുന്നു എനിക്ക്, നാട്ടുകാർ ടിക്കറ്റ് മേടിച്ച പ്രോഗ്രാമിനായിരുന്നു എനിക്ക് ഒച്ചയില്ലാത്തത്. അത് ഭയങ്കര പ്രശ്നം. അത് ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പൊ അത് മാറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാടോ, കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ജസ്റ്റ് എ ടെക്നിക് ദാറ്റ് ഇസ് റോങ്, അത്രേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ, മെന്റേഴ്സിന്റെ മാർക്സ് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം ജഡ്ജസിന്റെ മാർക്സ് നമുക്കറിയാം. രമ്യ, യുവർ മാർക്ക് ഈസ് 93. രമ്യ 93 മാർക്സ് ആണ് ഈ റൗണ്ടിൽ രമ്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു രമ്യ, താങ്ക് യു. ഡെയ്ൻ, നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ വീട്ടമ്മമാരോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പക്ഷെ ഇത്തവണ കൂടെ ഞാൻ എടുത്തെടുത്ത് പറയുന്നു. നിങ്ങൾ വീട്ടിലിപ്പം എപ്പോഴും നമ്മൾ പറയില്ലേ, കുട്ടീനെ കാണാതെ മിസ് ചെയ്യുന്നു, കുട്ടികളെ നമ്മൾ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെയാണ് നോക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അവരോട് പറയാ, കുട്ടികൾക്ക് ഫിറ ഫുഡ്സിന്റെ ഓട്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറയാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഓട്സ് ഒക്കെ ഇപ്പൊ ഫിറ ഫുഡ്സ് ഇറക്കുന്നുണ്ട്. ടൊമാറ്റോ ചീസ് ഫ്ലേവർ, അതുപോലെ തന്നെ മഷ്റൂം ഫ്ലേവർ ഒക്കെ ഫിറ ഫുഡ്സ് ഇറക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ചെറിയ സമയത്തിനുള്ളിൽ നല്ല ഹെൽത്തി ആയ ഭക്ഷണം ആൻഡ് ടേസ്റ്റി ഓൾസോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ്. ഇനി ഹസ്ബൻഡ്സ് ചോയ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. ആരാണ് വരുന്നത് അറിയോ? ലെറ്റ്സ് വെൽക്കം നിസരി.
ഞങ്ങളെ ഇവിടെ- സാധനങ്ങളൊക്കെ വീഴാൻ ഇവിടെ ഞങ്ങള് ഞങ്ങളെ മുൾമുനയിൽ നിൽക്കുന്ന ഞങ്ങൾ. നിസരി നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ ഈ സ്റ്റെപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിസരി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. അതെ, പിന്നെ രണ്ടും നിസരിയുടെ കൽപ്പിച്ച. കോസ്റ്റ്യൂം അതെ, ബ്യൂട്ടിഫുൾ, താങ്ക് യു സർ. വെരി സ്റ്റൈലൈസ്. നിസരി ഇവിടെ പലരുടെയും കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. അതെ അതെ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഔസേപ്പച്ചൻ സർ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഓർമ്മകളൊക്കെ വരുന്നൊരു പാട്ടാണ്. വേറൊന്നുമില്ല, എൻ്റെ ആദ്യത്തെ പടം ജസ്റ്റ് കഴിഞ്ഞോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതേ ടൈമിൽ തന്നെയാണ് സെയിം. ഞാൻ കാതോട് സമയത്ത് ഞാൻ രഘുകുമാർ, ഞങ്ങൾ രഘുട്ടൻ എന്ന് വിളിക്കും, പൂതേരി, അദ്ദേഹം നല്ലൊരു സംഗീത പ്രേമിയായിരുന്നു. ഒരു പൂതേരി രാജാവിൻ്റെ മകനാ അയാൾ. ഞങ്ങളുടെ ഗാനമേളയ്ക്ക് ഞങ്ങളുടെ വോയിസ് ഓഫ് പിക്ചറിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു അഭിമാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്ന് വരുന്നത് ഒരു ഭയങ്കര ആഡംബരമായിട്ടുള്ള അംബാസഡർ അന്ന് അതേ ഉള്ളൂ കാർ, അത് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ട് അതിലൊക്കെ വരിക. അപ്പം നമ്മുടെ കൂടെ വായിക്കുന്ന ഒരാൾ ഭയങ്കര രാജാവായിരുന്നു. ഞാനൊക്കെ 17 വയസ്സ് ആ സമയത്ത്. അപ്പം നമുക്കൊക്കെ ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. മനുഷ്യൻ പിന്നീട് മദ്രാസിൽ വന്ന് സിനിമ എടുത്തു. പിന്നെ കുറേ സിനിമയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടു. എന്നിട്ട് പിന്നെ മ്യൂസിക് ഡയറക്ടറായി. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണിത്. ഇതിൽ വരി എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയാണ്. ഞാൻ ഷിബു ചക്രവർത്തിനെ എനിക്കും അറിഞ്ഞൂടാ, ഷിബു ചക്രവർത്തിക്ക് എന്നെ അറിഞ്ഞൂടാ. സാറേ ഈ ഷിബു പുള്ളിൻ രാജാവാണോ? അല്ല, രാജാവ് ചക്രവർത്തി അല്ല ചേച്ചി, അല്ല അല്ല, അത് പുള്ളിയുടെ വീട്ടുകാരാണ്. ചേച്ചി കാര്യമായിട്ട് ചോദിച്ചാണോ? ചേച്ചി സീരിയസ് ആവുന്നതാണോ? ഇതെന്തായാലും ഞാനിന്ന് ശിവചേട്ടനെ വിളിച്ചു പറയും. അല്ല, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. Doubt ഉണ്ടായിരുന്നു. പലരുടെയും ചക്രവർത്തി അല്ല, എന്നുള്ളത് പലരും doubt. ഷിബു ചക്രവർത്തി എന്ന് പറയുമ്പോൾ പലരും ധരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ബംഗാളിയാണെന്ന. ശ്ശോ, അവിടെയാണ് ചക്രവർത്തി. അല്ല, ശരിക്കും അദ്ദേഹം ആരാ? അങ്ങനെ പച്ച മലയാളി, മലയാളം. കൊച്ചി ബേസ്ഡ്. ഓക്കെ. അപ്പോൾ ആ വരികളാണ്. അപ്പോൾ ഞങ്ങൾ കാണുന്നതൊക്കെ ഭയങ്കര രസമാണ്. എൻ്റെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഷിബു കേട്ടിട്ടുണ്ട്. പക്ഷെ ഷിബു എഴുതുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഇതാരാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ കാതിൽ ഹെഡ്ഫോണിൽ കേൾക്കുക. ഞാൻ മയിലിൽ വായിക്കാൻ പോയിരിക്കുന്നത് അതെ ഇതിൽ ഈ ബിറ്റിലൊക്കെ. അപ്പോൾ ചിത്രയുടെയും തുടക്കകാലം, ചിത്ര വന്ന് പാട്ട് പഠിച്ചു പോകുന്നു. അപ്പോൾ എനിക്ക് ഈ പാട്ട് ചിത്ര പാടി കേട്ടപ്പോൾ, റിഹേഴ്സൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രസം തോന്നി എൻ്റെ വരികൾ, ട്യൂണും. അങ്ങനെ ഞാൻ നേരെ ചോദിച്ചു. അപ്പോൾ രഘുവേട്ടനെ എനിക്ക് പരിചയമുണ്ട്. രഘുവേട്ടനോട് ആരാ അത് എഴുതിയിരിക്കുന്നത്? അതായത് ഷിബു ചക്രവർത്തി. അങ്ങനെ ഷിബു ചക്രവർത്തിനെ പരിചയപ്പെട്ട ഒരു പാട്ടാണിത്. ഞാൻ അതില് ഓരോ പാട്ടുകളും ഞാൻ ആ സംഗതി അവസാനം പാടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വീണു. അതായത് അമ്പലത്തിൽ ഇന്നല്ലയോ ആ ഒരു സംഗതി, താങ്ക് യു സോ മച്ച്. അത് രണ്ടും ആദ്യം അത് വന്നെങ്കിലും വന്നു പോയോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങ് നിന്നില്ല. അത് വന്നു പോയോ? രാധിക മാം ആണ് ഇത്രയും മോട്ടിവേഷൻ തന്നു വിട്ടത്. പിന്നെ ആ ചരണത്തിന്റെ ഒക്കെ എൻഡിൽ താഴ്വരയൊക്കെ പാടുന്നുള്ളൂ. ഇങ്ങനെ കൂടം കൊണ്ട് അടിച്ച പോലെ ആ നോട്ടിൽ പോയി ഒരൊറ്റ അടിയാണ്, അനക്കല്ല. അവിടെ ചതഞ്ഞിരുന്നു ഉള്ളിൽ കയറിയിട്ട് നോട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ രാജാവാണെന്ന് ചോദിക്കാൻ കാരണം എൻ്റെ കുറേ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഞാൻ തെലുങ്കിൽ നിന്ന് ഒരു സായി കൃഷ്ണ എന്നൊരു അദ്ദേഹം വന്നു പാടിക്കാൻ. ഈ രാരയൊക്കെ കഴിഞ്ഞ് അന്ന് ഞാൻ ഭയങ്കര ഇന്നസെന്റ് ആയിരുന്നു 20 വർഷം മുമ്പ്. അപ്പം രാരയൊക്കെ പാടി അല്ല, ഇപ്പൊ എനിക്ക് നല്ല ഇതൊക്കെ അറിയാം. രാജാവിന്റെ വരാം. അപ്പൊ ഞാൻ ഈ രാജാവ് പാടിക്കുമ്പോൾ രാജ്കുമാർ ഭാരതി ഇല്ലേ, ഭാരതിയാർ, സുബ്രഹ്മണ്യ ഭാരതിയാരുടെ കൊച്ചുമോൻ, അദ്ദേഹമാണ് മ്യൂസിക്. ഇദ്ദേഹം തരികൊണ്ട വെങ്കമ്മയുടെ ഇതും കൊണ്ട് ഇദ്ദേഹം വന്നിരിക്കുക ഹൈദരാബാദിൽ നിന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടും പലതും രാര പാടിയതുകൊണ്ട് ഈ പാട്ട് രാര ആ ഠാണയിലൊരുത് എന്ത് ചെയ്താ എന്റെ തെലുങ്ക് വേർഡ്സ് ഒന്നും ഒന്നും സമ്മതിക്കുന്നില്ല. ഇങ്ങനെ എവിടുത്തെ മനുഷ്യനാണത്? ഇങ്ങനെ ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചീത്ത വിളിക്കോ ബിന്നിഗാരു അങ്ങ് കൊഞ്ചം വേർഡ്സ് പാട ഉന്തി എന്നൊക്കെ പറഞ്ഞ് തെലുങ്കിൽ പറഞ്ഞു, പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാനിത് ഇങ്ങോട്ട് എന്തൊരു മനുഷ്യൻ. ഞാൻ അവസാനം രാജ്കുമാർ സാറിനെ എവിടെയെന്നറിയാം, നമ്മുടെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ രാജ്കുമാർ അങ്കിളിനെ ഞാനിങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും ഭാരതി സാർ ഓടി ഉള്ളിൽ വന്നു. മോളെ അത് ആരാന്നറിയോ? ഹൈദരാബാദിലെ രാജാവാ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി. ഹൈദരാബാദിലെ സത്യം രാജാവ്. പിന്നെ എന്റെ ശിഷ്യര് ഗോപി ചേച്ചിക്ക് അറിയില്ല, അയ്യോ അദ്ദേഹം വലിയ രാജാവ്. അങ്ങനെ എനിക്ക് കുറെ അബദ്ധം പറ്റിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചോദിച്ചത്. എന്താണേലും നിസരി നന്നായി പാടി. നിസരിയുടെ ആ സംഗതി ഞങ്ങൾ വരാൻ നോക്കിയിരിക്കുന്നു. മോളെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലാസ്റ്റ് പെർഫോമൻസിനേക്കാൾ അത് വെച്ച് ഞങ്ങൾ 3 പേരും ഒരുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് യു ഡിഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. രഞ്ജന ചേച്ചി. നിസരി നിസരിയുടെ ആ ടെൻഷനും എല്ലാം എനിക്കിവിടെ ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും, ഇന്നിപ്പോ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ആയിരിക്കും, അപ്പൊ നിസരി പുഷ് ചെയ്യാണ്ടിരിക്കണം. നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഓരോന്ന് വീഴുമ്പോഴും ഞങ്ങളിങ്ങനെ നോക്കും. അവസാനം എനിക്ക് അത്രയും ഒരു ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് പല്ലവിയിൽ ആ 2 വീണപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഞാൻ ഇവരെ നോക്കിയില്ല. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട്ട് നോക്കി കളിക്കുക. പക്ഷെ ഞാൻ നോക്കിയില്ല അവരെ. പക്ഷെ എന്താണെന്നറിയോ, എന്തുകൊണ്ടാണെന്നറിയോ ഇത് വരുന്നത്? ബിക്കോസ് യു ആർ എ ഗുഡ് സിംഗർ. നല്ലോണം അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായതുകൊണ്ടാണ് അത്. ഇത് ഹസ്ബൻഡ്സ് ചോയ്സ് അല്ലേ? അപ്പം ഞാൻ ചോദിക്കാൻ വരായിരുന്നു, ഹസ്ബൻഡ് ആണ് ഈ ചെമ്പരത്തിപ്പൂ ചൂടിച്ചത്. സിബിച്ചന്റെ ഫേവററ്റ് പാട്ടാണ് ഈ പാട്ട്. സിബിച്ചൻ എന്നാണോ വിളിക്കുന്നത്? സിബിച്ചൻ എവിടെയാപ്പോ? സിബിച്ചൻ ഇപ്പൊ നാട്ടിലില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ദുബായിൽ പോയി. നിങ്ങൾക്ക് 2 പേർക്കും എല്ലാം നല്ലത് വരട്ടെ. ഓക്കെ നസരി, സ്നേഹിക്കുന്നതിന് എനിക്ക് അയ്യോ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളായി കണ്ടാൽ മതി ലൈഫിൽ. ഗുഡ് ഡേയ്സ് വിൽ കം, ബാഡ് ഡേയ്സ് കഴിഞ്ഞാൽ ഗുഡ് ഡേയ്സ്, ഗുഡ് ഡേയ്സ് കഴിഞ്ഞാൽ ബാഡ് ഡേയ്സ്, എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് വരും കേട്ടോ. ഭാര്യമാര് വന്നിട്ട് അവരുടെ ഹസ്ബൻഡ്സിനെ പറ്റി അത്രയും പ്രൗഡായിട്ട് ഭയങ്കര സ്നേഹത്തോടെ പറയുമ്പോ ആ സ്നേഹം അങ്ങനെ നിലനിൽക്കട്ടെ. എന്റെ എല്ലാ പ്രാർത്ഥനകളും ഫോർ എ ഗുഡ് ഫ്യൂച്ചർ, ഫോർ എ ഗുഡ് ഫാമിലി, ഫോർ എ ഗുഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആൻഡ് എല്ലാത്തിനും നിസരിക്ക് എന്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങോട്ട് ഞാൻ പകർന്നു തരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് നിസരിക്ക് നൽകുന്നത് എന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. നിസരി മാർക്ക് അറിയണ്ടേ? വേണം. 95.5. 95.5 ആണ് നിസരി ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. നല്ല മാർക്കാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകളും അവസാനിച്ചിരിക്കുന്നു. നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു സാൻഡ്ര. മഴയുള്ള രാത്രിയിൽ
സാൻഡ്ര, ആരാ മഴയുള്ള രാത്രി മനസ്സിന്റെ തൂവലിൽ വിരൽ തൊട്ട് വിളിച്ചത്? വേറെ ആരുമല്ല. ആ വിരൽ തൊട്ട് വിളിച്ച ആളെ തന്നെ. ഒന്നുകൂടെ വിളിച്ചാലോ? വിരൽ തൊട്ട് വിളിച്ച ആളെ. വിരൽ തൊട്ട് വിളിച്ച ആളെ വിളിച്ചു. ഈ അതെ, തിളങ്ങുന്നുണ്ട് നല്ല രസമുണ്ട്. എക്സ്ട്രാ ഭംഗി. ആള് വാങ്ങി തന്നതാണോ? അല്ല, ആളുടെ വീട്ടിൽ നിന്ന് ഫാമിലി ഫംഗ്ഷന് വാങ്ങിയതാണ്. ഭയങ്കര സ്വീറ്റ്, ലുക്കിംഗ് സോ പ്രിറ്റി. താങ്ക് യു. ആളെവിടെ വിളിച്ചോ? അവിടെ അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടാ പേടിയാവും, അതുകൊണ്ട്. മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ വിരൽ തൊട്ടു. ഞങ്ങൾക്ക് ശരിക്കും വിഷമം എന്ന് പോവാണല്ലോ എന്ന് ആലോചിച്ചു. അതെ, അല്ല ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നിയത് ഞാനിത് വേറെ ആളെ വരുന്നതെന്ന് വിചാരിച്ചു. ഇന്നലെ കണ്ട പോലെയല്ല. ഗ്ലാമർ കൂടിയോ? ആ ഒരൊറ്റ ദിവസം കൊണ്ട് അത് കണ്ട സന്തോഷത്തില് സർ ഞങ്ങളുടെ ഗ്ലോ കൂടി. പുള്ളിനി ഫ്ലൈറ്റ് കയറി പോവേ, ഇതിനി നാട്ടുകാർ കാണുമ്പോ ഇനി ഫ്ലൈറ്റ് കയറാൻ പറ്റാത്ത അവസ്ഥ. ഇല്ല, ഞാനിവിടെ എന്താ ആലോചിച്ചെന്നറിയോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. എന്തോന്ന് ഡെലിവറി എനിക്ക് പങ്കില്ല, കംപ്ലീറ്റ്ലി ഭിന്നിച്ച്. അല്ല, ഇതൊക്കെ വളരെ നാച്ചുറൽ, സത്യമായിട്ട പ്രപഞ്ച സത്യമല്ലേ മോനെ. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലല്ല, അത് വളരെ ശരിയാണ് ചേച്ചി. ഞങ്ങൾ ഫാമിലി പ്ലാനിങ്ങിലുണ്ട്. മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ, അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി, അരികത്തിരുന്നൊരു അത് നിഷ്കളങ്കമായിട്ടുള്ളൊരു അഭിപ്രായം കട്ട് ചെയ്യാൻ പാടില്ല. വിഭവം പകരുന്നതാരേ. ഇറ്റ്സ് അലൗഡ് ഇൻ മ്യൂസിക്കൽ എനിക്ക് വൈബ്. നിന്നെ ഇഷ്ടപ്പെട്ടു. ഇനി പോണ്ട, നമുക്ക് ഇവിടെ നാട്ടിലെവിടെയെങ്കിലും കൂടാതെ അവനെ വിടണ്ട. ചേച്ചിനെ ആദ്യമായിട്ട് ഒരാൾ ഇവിടെ കയറി വന്ന് തോപ്പിച്ചിട്ട് പോവാ. സാർ ഇതൊന്നും ഇടരുത് സാർ. ഇതൊക്കെ ഒരു awareness അല്ലേ പുറത്തോട്ട്? മ്യൂസിക്കൽ വൈഫിൽ ഇതൊക്കെ അലൗഡാണ്. അതെ, അതെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇതേ സന്തോഷത്തിൽ, ആവേശത്തിൽ ആ. നമുക്ക് കമന്റ്സിലേക്ക് കിടക്കാം. കിടക്കാം. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ബിനി ചേച്ചി, ബിനി ചേച്ചി ചിന്തയിലാ. എന്റെ ബിനി കൃഷ്ണേട്ടൻ. ചേച്ചിക്ക് അടുത്ത ആൾക്ക് പേരിടാനുള്ള ചിന്തയിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഏത് രാഗം വേണം? എനിക്ക് പേര് ഇട്ടേ പറ്റൂ. എനിക്ക് നിങ്ങളുടെ തന്നെ കുട്ടിയുടെ പേര്. മോനെ, ഇതൊക്കെ ദൈവം തരണല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. സത്യം സത്യം. തരുന്നു കൈനീട്ടി. പേര് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാട്ടോ. അല്ല, അത് അത് പ്ലാൻ ചെയ്തിട്ട് ബിനി ചേച്ചി പറയാം. പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല. സ്പോട്ട്ലൈറ്റ്. അതെ, സ്പോട്ടിൽ. അതെ, നമുക്കിപ്പോ പാട്ടിനെ കുറിച്ച് അതെ സംസാരിക്കാം. അതെ, മക്കളെ നന്നായിരുന്നു ഇവിടെ പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഞാനാണ് അല്ല എനിക്ക് എന്താണെന്നറിയോ, എൻ്റെ പാട്ട് പാടുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടണം. അതിന് അങ്ങനെ എക്സാക്ട് അച്ചടിച്ച പോലെ വരണമെന്നും ഞാൻ. എനിക്ക് ഈ സാറിന്റെ മുന്നിൽ സത്യം പറഞ്ഞാ പാടാൻ നല്ല പേടിയുണ്ടായിരുന്നു. അയ്യോ, ഞാൻ നിന്ന് പാടിക്കൊണ്ടേ എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറിക്കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. ആ പാട്ട് നമുക്ക് കിട്ടിയാൽ മതി. അത് ഐ ഗോട്ട് ഇറ്റ്, ഡു മൈ ഹാർട്ട്. താങ്ക് യു സാർ. അതാണ് മെയിൻ. ട്രൈങ് ദാറ്റ്. ആ പാതി അടഞ്ഞ അതിൻ്റെയൊക്കെ സംഗതികളൊക്കെ വരാനായിട്ട് ശ്രമിച്ചു. ഓൾമോസ്റ്റ് യു ഗോട്ട് ഇറ്റ്. പക്ഷെ ആ ഒരു റേഞ്ചിൽ, ആ പിച്ചിൽ എത്താനായിട്ട് കുറച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് രണ്ടാമത് പാടുന്ന പാർവണചന്ദ്രനായി വരുമ്പോൾ അത് വരുന്നുണ്ട്. അപ്പൊ അത് ആദ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. ഇത് ഒത്തിരി ഹൈ ആണല്ലോ, അത് മാത്രമല്ല അത് എത്തുമെന്നുള്ള ചിന്തയേക്കാൾ കൂടുതൽ ആ പാതിയുടെ ആ സംഗതി കറക്റ്റായിട്ട് വീഴോ എന്നുള്ളൊരു ഡൗട്ടിലാണ്, ടെൻഷനിലാണ് അടുത്തത് കുറച്ച് താഴ്ന്നു പോകുന്നത്. അത്രേ ഉള്ളൂ. അതൊന്നും അറിയില്ല കേട്ടോ. ഇറ്റ്സ് എ നാച്ചുറൽ. മ്യൂസിക്കലി നോക്കി കഴിഞ്ഞാൽ യു ഹാവ് ഡൺ ഇറ്റ് വെരി നൈസ്. നല്ല എക്സ്പ്രഷൻ. ബട്ട് ദിസ് ഈസ് ഇനഫ് ഫോർ us ടു സാറ്റിസ്ഫൈ. ഈ എക്സ്പ്രഷൻസ് എങ്ങനെ ഒരു 5 ഇരട്ടി ഇംപ്രൂവ് ചെയ്യാന്ന് പറയാൻ പറ്റുമോ? യുനോ? ആ, പറഞ്ഞുതരാം. അത് സുജാത പാടിയിട്ട്, സുജി ചേച്ചി പാടിയിട്ടുണ്ട്. വരികളുടെ ഡിക്ഷന്റെ സ്ഫുടത, നമുക്ക് എല്ലാ വാക്കുകളും മണിയായിട്ട് ഇങ്ങനെ കൊട്ടി വരും. അത് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം നമ്മൾ സംസാരിച്ച് ഉള്ള രീതിയിലാണ് അല്ലേ. ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും മനസ്സിലാവണമെന്നില്ല. അത് നമ്മുടെ ഭാഷയുടെ ഒരു ഇതാണ്. അതും കൂടി ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ പുതിയ പാട്ടുകൾക്ക് അത്രയൊന്നും വേണ്ട, മനസ്സിലായില്ലെങ്കിലാണ് നല്ലതെന്ന് പറയുന്നത്. പുതിയ പാട്ടുകൾ അങ്ങനെയാണ്, മനസ്സിലാവരുത് എന്തോ
പക്ഷേ ചില കുട്ടികളോട് പാടുമ്പോൾ നമ്മൾ അവർ പാടുന്നതൊക്കെ നിങ്ങൾ പാടുന്ന പോലെയൊക്കെയാണ്. പക്ഷെ ആ ഉച്ചാരണം കാരണം അതിന്റെ ഭാവം ഇരട്ടി നമുക്ക് മനസ്സിലാവും, വരികൾ മനസ്സിലാവും കൂടുതൽ നമ്മളെ ഹൃദയത്തിലേക്ക് കിട്ടും. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് അക്ഷരസ്ഫുടത ഒന്നും കൂടി വരുത്താൻ നോക്കണം. പണ്ട് പറയും, അത് പറയണോ? ഇല്ല ഇല്ല, നമ്മൾ നന്നായിട്ട് നാക്ക് പഠിച്ചിട്ട് പാടുന്നത്. അതായത് ശുദ്ധ നാക്ക് വഴങ്ങണം. നാക്ക് പഠിക്കുന്നില്ല എന്നല്ല പറഞ്ഞേട്ടാ. പഠിക്കാറില്ലേ? ഇപ്പൊ കുട്ടിയുടെ അവസ്ഥ അങ്ങനെ തൊട്ടു തൊട്ടില്ല അങ്ങനെ ആ അവസ്ഥയിലല്ലേ? ഞങ്ങളെ രണ്ടുപേര് 2 ദിവസമായി പൊങ്കാല ഇട്ടോണ്ടിരിക്കും. രഞ്ജിനി ചേച്ചി പാട്ടിനെ കുറിച്ച് പറയൂ. സാൻഡ്രയ്ക്ക് വേഗം പാടിയിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത്രയും സ്പീഡിൽ തന്നെ ഇരുന്നത് കേൾക്കായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങള് എന്താ പറയാ, ഫീൽ ഓഫ് ഇറ്റ്. പക്ഷെ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഡിക്ഷന്റെ ഒരു സംഭവം തോന്നി. അപ്പൊ ഈ പറയുന്ന പോലെ അത് എങ്ങനെയാ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ കാര്യം മാത്രം പറയാം. ചിലവർക്ക് നമ്മുടെ ബോൺ സ്ട്രക്ചർ, നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ പലർക്കും പല രീതിയിലാ. എനിക്ക് എന്നുള്ളത് എനിക്ക് ആക്ച്വലി എക്സ്പ്രസീവ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഈന്ന് കേൾക്കും. ഓരോരുത്തരുടെ ഫേസിന്റെ ഷേപ്പാണ്. അപ്പൊ നമ്മൾക്ക് ഏതൊക്കെയാണ് വഴങ്ങാത്തതെന്ന് പറഞ്ഞാൽ സുജാ ചേച്ചിയൊക്കെ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ് പറയുന്നത്. തൂവലിൽ എന്നൊക്കെ പറഞ്ഞ ചേച്ചി പറയണത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്ന കാണാം. എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ് ചിത്ര ചേച്ചി, സുജാ ചേച്ചി എസ്പെഷ്യലി ചെയ്യുന്നത്. അതെവിടെയെങ്കിലും ചേച്ചി പാടുന്നതിന്റെ വീഡിയോസോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്നിട്ട് പാടുക. എന്നിട്ട് അത് അത്രയും വരുമ്പോ ആ സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ള കേൾക്കാം. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് പ്രാക്ടീസ്. അപ്പോ നിങ്ങൾ രണ്ടുപേരും എൻജോയ് the rest of the time. It was great to know you. ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. സാൻഡ്രേനെ എൻകറേജ് ചെയ്തതിനും ഇവിടെ സാൻഡ്രയുടെ 2 ദിവസം നിൽക്കുന്നതിന്റെ ആ സന്തോഷം ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നത് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇത് എന്ത് റൗണ്ട്? അത് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിനാണ്. ഇത് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞാല് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാ. അപ്പൊ അങ്ങനെ ഉള്ളത് പറയാലോ. ഞാന് ഗിരീഷ് പുത്തഞ്ചേരിന്ന് കണ്ടപ്പോ എടുത്ത് അങ്ങനെ പാട്ടെടുത്തപ്പോ അയ്യോ അങ്ങനെ ആയിപ്പോയി. അപ്പൊ എനിക്ക് ആ ഒരു റിയലൈസേഷൻ ഏകദേശം എപ്പോഴാണ് ഉണ്ടായത്? പഠിച്ചൊക്കെ നോക്കി ആരാന്നൊക്കെ നോക്കൂലോ. അയ്യോ ഇത്രയും കാലം ഞാനും അറിഞ്ഞില്ല സാർ. അപ്പൊ ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഡാൻസ് അന്നൊക്കെ പഠിക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ അത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കാസറ്റ് പോലെ ഇട്ടിട്ട് ഞങ്ങള് രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോ രാവിലെ ഇങ്ങനെ പ്ലേ ചെയ്യും വീട്ടില്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. അതേപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോ അമ്മ ഇങ്ങനെ വെറുതെ ഇതേപോലെ ഗിരീഷ് പുത്തഞ്ചേരി പിന്നെ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളവരുടെ ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചു വെക്കും. അപ്പൊ അതിലുള്ള ഒരു സോങ് ആയത്. അപ്പൊ അമ്മയാണ് ഒരു സെലക്ഷനായി സാറിന്റെ കൂടെ മുമ്പിൽ പാടാനും പറ്റി. അലോങ് വിത്ത് യുവർ ഹസ്ബൻഡ് ഇത്രയും നല്ല മാർക്സും കിട്ടി. അപ്പൊ മൊത്തത്തില് ഈ 2 ദിവസം കളറുകളുടെ ദിവസമായിരുന്നു. കളർഫുൾ. മാർക്ക് കിട്ടിയിട്ടില്ല. മാർക്ക് ഇപ്പൊ കിട്ടും. മാർക്ക് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്. തരൂ. ക്ഷമ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. സാൻഡ്രയുടെ ഫസ്റ്റ് റൗണ്ടിലെ മാർക്സ് എത്രയായിരുന്നു? എനിക്ക് 94.5. 94.5. അപ്പൊ ഈ റൗണ്ടിൽ എത്രയാണ് സാൻഡ്രയ്ക്ക് ലഭിക്കുന്നത് നോക്കാം. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? മീൻ വൈൽ ഒരു കുശലം ചോദ്യം. ഫാമിലി വഴിയുള്ള ഒരു ക്ലിയർ ആയില്ല. അറേഞ്ച് മാരേജ് ആയിരുന്നോ ലവ് ഫാമിലി ഫംഗ്ഷനിൽ അങ്ങനെയാണോ? ആൾക്കിങ്ങനെ എന്താ പറയാ കല്യാണം അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ റിലേറ്റീവ് വഴി അങ്ങനെ ചോദിച്ചു. അങ്ങനെ പിന്നെ അത്ര വിശ്വസനീയല്ല, എന്നാലും വിശ്വസിക്കല്ല, വേറെ വഴിയില്ല. നിനക്കെന്താ ഇത്രയും വിഷമം? പേര് പറഞ്ഞ പുള്ളിയുടെ അശ്വിൻ നിവിൻ പോളിയുടെ വലിയ ഫാനാണോ? അതെ. താടിയൊക്കെ അതേമാതിരി വെച്ചിട്ട് ഞങ്ങളുടെ ഓഫീസില് എന്ന് വെച്ചാൽ ഡിഫറെന്റ് കൺട്രീസ് ഉണ്ട്, അതേപോലെ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും നീ നിവിൻ പോളിന്റെ ഫാനാണോ? അതേപോലെ സ്റ്റൈലിഷ് ചെയ്യുന്നുണ്ടല്ലോ. എന്ത് കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചല്ലേ, കറക്റ്റാണ് എന്റെ ജഡ്ജ്മെന്റ്. എല്ലാവരും ഈ ഷോ കാണാറുണ്ട്. എന്റെ വൈഫ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഈ ഷോ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റൗണ്ട് വരും, ഹസ്ബൻഡ് റൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ എന്റെ അടുത്ത് ഞാൻ മാനേജർ അടുത്ത് ലീവ് ചോദിച്ചു.
അപ്പൊ തന്നെ ആൾ അപ്രൂവ് ചെയ്ത് വിട്ടോന്ന് പറഞ്ഞു. അപ്പൊ സാന്ദ്രയുടെ മാർക്ക് 94.5. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. 94.5 നല്ല സ്കോറാണ്. സെയിം സ്കോർ ആണ് അല്ലേ? ഓക്കെ, അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഒട്ടും സമയങ്ങളിൽ വേഗം വിട്ടോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. പോക്കോ പോക്കോ പോക്കോ. ഇനി നെക്സ്റ്റ് ഏത് റൗണ്ട് പറഞ്ഞു? എനിക്കറിയാം, ഹസ്ബൻഡ്സ് ചോയ്സ്. ആരാ വരുന്നത്? അത് പറ, ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ്സ് ചോയ്സ് ആണ്. ആരായിരിക്കും ആരായിരിക്കും? അറിഞ്ഞൂടല്ലേ? തട്ട ഓ അറിയാപ്പം, തട്ടത്തിമറയത്തെ ഒരു കുട്ടി. അതെ. ലെറ്റ്സ് വെൽക്കം അർഷിത. ഗന്ധമു പയ്യരുക പന്നീരു ഗന്ധമു പയ്യരുക అందమైనయదు నందనువై కుందరదనలిర మోదక పరిమళ గంధము పయ్యరుగా గంధము పయ్యరుగా పన్నీరు గంధము పయ్యరుగా സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടോ കണ്ടോ പ്രാണനാഥനെ കണ്ടോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ കുഴൽ വിളിച്ചാൽ കണവന്റെ വരവാണിന്ന് തോന്നും. കളവാണിക്കിളിയുടെ കുരവ കേട്ടാൽ കല്യാണ നാളാണെന്ന് തോന്നും. എന്നിലവത്ത് കണ്ണുറങ്ങാതെ ഞാനിന്നും കാത്തിരിക്കും മാറും സുന്ദരനോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ സംക്രാന്തി താലത്തിൽ തിരി തെളിഞ്ഞാൽ സീമന്തയോഗമായി എന്ന് തോന്നും. താമ്പൂലത്തളിരു ഞാൻ ഒരുക്കി വയ്ക്കും പൂവമ്പനി ഞാൻ ഓർത്തു പാടും. പഞ്ചമിക്കാവിൽ ചന്ദനത്തേരിൽ ഞാനിന്നും കാത്തിരിക്കും മാരൻ സുന്ദരനോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടോ കണ്ടോ പ്രാണനാഥനെ കണ്ടോ കണ്ടോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്ദ്രനോ എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ. വൈകി വന്ന വസന്തമേ. ഹായ് അർഷിത, ഹൗ ആർ യു ഫീലിംഗ്? Good.
ഗുഡ്. ഓക്കെ ആണോ ഇപ്പൊ? ഹെൽത്ത് ഒക്കെ ഹെൽത്ത് ഓക്കെ ആയോ? ഉഷാറായി ഉഷാറായി. Okay. ഓക്കെ. അപ്പോ ജഡ്ജസ്, ബിനി ചേച്ചി പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ആ ഒന്ന് എനിക്ക് എന്തെന്ന് വെച്ചാൽ ജയേന്ദ്രൻ ചേട്ടന് ഒരു പ്രത്യേക ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അർഹിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പുന്നാഗവരാളിയിലെ പുന്നാഗവരാളിയിൽ ഒരുപാട് പാട്ടുകൾ അങ്ങനെയൊന്നും ഇല്ല. ഒന്നും അത് കർണാടകയിലെ അധികം ഇല്ല. തോടിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു രാഗമാണ്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. പുന്നാഗവരാളി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നാഗ എന്നങ്ങ് പോവുക. ഇതാണ്. അപ്പൊ അതില് അദ്ദേഹം ത്യാഗരാജസ്വാമികളുടെ ഉത്സവ സമ്പ്രദായമാണെന്ന് തോന്നുന്നു. നാമസങ്കീർത്തന ഉത്സവ സമ്പ്രദായത്തിലെ ആ ഒരു ഗന്ധമ പൊയ്യരുക എന്നുള്ളത്, അതിന് താഴേക്ക് കൃഷ്ണനെ സ്തുതിക്കുന്നതാണ് ഗന്ധമ പൊയ്യരുക. അല്ല, വേറൊരു പാട്ടും ചേച്ചി അത് മണിക്കുയിലേയും ഇതേപോലെ മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കായിൽ പോരോലേ മൗനരാഗം പോരോലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയോലേ നീലക്കണ്ണും നിലയോലേ ചെറുതാകിയണിഞ്ഞല്ലേ മിനുമിന്നണമിന്നല്ലേ ചില്ലടി വാതിൽ മെല്ലയടഞ്ഞു നല്ലിരവിൽ തനിയേ മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരോലേ മൗനരാഗം പോരോലേ. അടിപൊളി. കലക്കി. പാവട്ടെ, സോറി അർഷിത. ഇങ്ങനെയൊക്കെ അർഷിത ഇങ്ങനെ ഇത്ര രസകരമായിട്ടൊക്കെ പാടി വരുമ്പോ അതും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അങ്ങ് ഈ അർഷിതയുടെ കാറ്റ് ഞങ്ങൾ കേറ്റു കേട്ടോ. വിഷമിക്കരുത് കേട്ടോ. പാവം അവിടെ നിന്ന് എനിക്ക് ചിലപ്പോ TV കാണുമ്പോൾ വിഷമം വരും. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ഇതൊരു സംഗീത സംഗമമല്ലേ മോളെ. മോള് പാടിയത് നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ചരണത്തിലാണ് ഒരു ശ്രുതി പോയോന്ന്, ശ്രുതി കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ആയിരുന്നു. പക്ഷെ ഇതിലെല്ലാം അർഷിത കൊടുത്ത ആ ഒരു ഫീല് ആ പാട്ടിന്, സുജാത ചേച്ചിയെ നന്നായിട്ട് പാട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. അർഷിത, ഇവര് ഈ പാട്ട് പാടിയതൊക്കെ അർഷിത പാടിയ പാട്ടിന്റെ സുഖം അതാണ് ഇവരില് ഉണ്ടായത്. ആ സുഖത്തിൽ പാടിയതാണ്. അതെ. അല്ലാതെ അർഷിത പാടിയത് അതിനെ കുറിച്ച് അറിയാണ്ടല്ല. അർഷിത പാടിയത് കൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ പാടാൻ തോന്നിയത്. സത്യം. അർഷിത ഇത് അത്ര നേരെ പാടിയില്ലെങ്കിൽ ഞങ്ങൾക്കത് പാടാൻ അങ്ങനെ തോന്നില്ല. അർഷിത അർഷിത യു സാങ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. അതായത് ഈ പാട്ടില് ഇതിന്റെ ഈ രാഗത്തിനനുസരിച്ച് ആ നോട്ടുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ട്യൂണിങ്ങിൽ കറക്റ്റായിട്ട് പാടുക. അതിനേക്കാളൊക്കെ ഉപരി അർഷിത ആയിക്കൊണ്ട് തന്നെ സുജാത പാടിയ എക്സ്പ്രഷൻസ് എല്ലാം അതിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതാണ് സുജാതയുടെ ശബ്ദത്തില് എക്സ്പ്രഷന് അതൊരു വേറൊരു ഭംഗിയുണ്ട് ആ ശബ്ദത്തിന്റെ. ബട്ട് അർഷിതയ്ക്ക് ആ ശബ്ദമില്ല. അപ്പൊ അത് കോപ്പി അടിക്കാൻ പോയില്ല. ആ എന്തൊക്കെയാണ് നുവാൻസസ്, എന്താണ് പാടിയിരിക്കുന്നത്, ആ ഭാവങ്ങളെല്ലാം അക്കോർഡിംഗ് ടു ദ ലിറിക്സ്. സുജാതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിറിക്സിന്റെ ഭാവം ഫീൽ അപാരമായിട്ട് കൊടുക്കുന്ന ഒരു ഗായികയാണ് സുജാത. അതിവിടെ ഈ പാട്ടിലും സുജാത അതിഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പാട്ടിലും കൊടുക്കും, ഇതിലും കൊടുത്തിട്ടുണ്ട്. അത് അർഷിത മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ അനുകരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അനുകരണം നല്ലതാ, പക്ഷെ ശബ്ദം അനുകരിക്കരുത്. അതിൻ്റെ ഭാവം, അത് പാടിയിരിക്കുന്ന എക്സ്പ്രഷൻസ്, ശ്രുതി, താളം, അതെല്ലാം അനുകരിക്കുക. അതാണ് വേണ്ടത്. അത് വീണ്ടും അങ്ങനെ പാടിയാൽ ഗംഭീരമാകുന്ന അർഷിത ഇവിടെ തെളിയിച്ചു. ഓക്കെ, ഞങ്ങൾ പറഞ്ഞ് പലപ്പോഴും നമുക്ക് ക്ഷീണം വരുന്നു. പക്ഷെ ഇപ്പോൾ എളുപ്പമുണ്ട്, ഒരു മാതൃക. ഇറ്റ് ഈസ് ഓക്കെ. ഹാപ്പി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഭയങ്കര സുന്ദരമായി പാടി അർഷിത. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നു. സോ നൈസ്. ഒന്നാമത് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഇഷ്ടമുള്ള ഒരു രാഗമാണ്. ഭയങ്കര രസമായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ എനിക്കിങ്ങനെ കൊഞ്ചല് കാരണം സുജാത ചേച്ചിയുടെ വോയിസ് മനസ്സിൽ കിടക്കുന്നുണ്ട്. ബട്ട് യു ഡിഡ്ന്റ് ഇമിറ്റേറ്റ് ഹെർ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെ അതിന്റെ എക്സ്പ്രഷൻസ് മാത്രം എടുത്തിട്ട്
താനാണ് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടിയത്. താനായിട്ട് എൻജോയ് ചെയ്ത് പാടി. തന്നെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്നറിയോ, ചിരിച്ചോണ്ട് പാടും. അപ്പൊ പകുതി എക്സ്പ്രഷൻ അതിൽ തന്നെ വീഴുന്നുണ്ട്. വേറെ ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട്. തിളങ്ങി നല്ല കൂട്ടി ഇങ്ങനെ ഗ്ലിറ്ററിംഗ് സ്റ്റാർ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പറയാനാ. താങ്ക് യു ഫോർ ദ സോങ് അഗൈൻ. നമ്മള് മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് അർഷിതയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്ക് അറിയാം. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു കിട്ടിയത്? 96.5. അർഷിത, മാർക്ക് അറിയണമെന്നുണ്ടോ? ഉണ്ടല്ലേ? അന്നപ്പോ ഇരിക്കട്ടെ, ഒരു 97. ആദ്യത്തെ റൗണ്ടിൽ 96.5, ഈ റൗണ്ടിൽ 97. എന്തത്? അയ്യോ അത് ഹാപ്പി ആയില്ലേ? ഒരുപാട് സന്തോഷം. അത് പറയണം. ആക്ച്വലി നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയില്ലായിരിക്കും, അർഷിതയ്ക്ക് തലവേദനയൊക്കെ വന്ന് ഇങ്ങനെ ചെറിയ പ്രശ്നം റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ പെർഫോം ചെയ്യേണ്ട ആളായിരുന്നു. വയ്യാത്തത് കൊണ്ടാണ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്ന് പെർഫോം ചെയ്തത്. ഹൈ നോട്ട്സ് പാടുമ്പോ ഫോൾസെറ്റ് വരുമ്പോ ഇവിടെ ഇങ്ങനെ ഭയങ്കര വേദനയാ. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ചില സ്ഥലത്ത് ഹൈ നോട്ട്സ് വരുമ്പോ ആ വാക്കുകള് ചുണ്ടിലുണ്ട്, ഇങ്ങോട്ട് എത്തണില്ല. ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചുണ്ടിൽ വിസ്പർ ചെയ്യുന്ന പോലെ തോന്നി. വളരെ 1-2 ചെറിയ വാക്ക് മാത്രം. എനിക്കിത് പാടി തീർക്കാൻ പറ്റുമെന്നൊക്കെ പേടിയായിരുന്നു. പിന്നെ വയ്യാണ്ടാവുമ്പോ ഇപ്പൊ പൊതുവെ എല്ലാ വീട്ടമ്മമാർക്കായാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാ വയ്യാന്ന് പറഞ്ഞാ അത് അവരുടെ മാത്രം ഒരു ഇതല്ലേ. വയ്യ, ഓക്കെ, അവർക്ക് വയ്യെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കട്ടെ എന്ന്. പക്ഷെ ഇവിടെ എനിക്ക് വയ്യാണ്ടായപ്പോ ഇവിടുന്ന് എല്ലാവരും വന്നു പുറത്തേക്ക് നമ്മൾക്ക് വേണ്ടി കെയർ ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോ കൊറേ കാലമായിട്ട് ചിലത് മിസ്സായി പോയി നമ്മുടെ ലൈഫിന്ന്. അത് തിരിച്ചു കിട്ടുമ്പോ ഭയങ്കര. അപ്പൊ എനിക്ക് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ എന്റെ മാക്സിമം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കയറി. കിട്ടിയത് വരെ കരഞ്ഞു. മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തു. നമ്മുടെ ഡയറക്ടർ ഒരു മരുന്ന് കൊടുത്തു. അടിമുടി കാട്ടുള്ളി തൈലം. അതോടെ ഞാനത് സ്പ്രേ മൈഗ്രെയിൻ അത് നല്ലതാണോ? 14 ലോകം ഒരു 15 സെക്കൻഡിലേക്ക് കാണും. പക്ഷെ പെട്ടെന്ന് മാറും. രജീഷ, അത് എനിക്ക് വേണട്ടോ. എനിക്കില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അത് ഓക്കെ ആവുന്നവരെ വെയിറ്റ് ചെയ്ത് പാടാൻ. ഞാൻ 2 കഴിഞ്ഞ് പാടാനുള്ളായിരുന്നു. 2ാമത്തത് ഞാൻ പാടണ്ടായിരുന്നു. അപ്പോഴാ വയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ സാരില്ല, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പോഴും കയറുമ്പോഴും ഓക്കെ ആണെങ്കിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ലൈറ്റ് ഇതും വന്നാൽ പിന്നെയും വയ്യാണ്ടാവും. അപ്പൊ അത് കാരണമില്ല, ഞാൻ പാടിക്കോളാന്ന് പറഞ്ഞതാ. അപ്പൊ എനിക്ക് ഈ പാട്ട് ഞാൻ ശരിക്കും രജീഷ് സാറിനും ഈ ക്രൂവിനും ഡെഡിക്കേറ്റ് ചെയ്യാട്ടോ. ബട്ട് വാട്ട് ഷീ സെഡ്, കുറെ നാളായിട്ട് മിസ് ചെയ്ത് എന്തോ ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം വന്നു. അതങ്ങനല്ല, അതെന്ന് വെച്ചാൽ നമുക്ക് ലൈഫില് മിസ് ചെയ്തിരിക്കുന്ന സമയത്ത് ചില സാധനങ്ങൾ ചില ആളുകൾ തരുമ്പോ ദാറ്റ്സ് വെരി ഇമോഷണലി അത് ഭയങ്കര ടച്ചിങ് ആണ്. വെരി ട്രൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഡ്രസ്. മീനാക്ഷി, അടുത്ത ആളെ വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? അല്ലല്ല, ഞാൻ ക്ഷീണത്തിലാണോ? ഞാനും ക്ഷീണിതനാ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ? ഫുഡ് കഴിക്കാം. അപ്പോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാവരും പോയി ഭക്ഷണമൊക്കെ കഴിച്ചോളൂ, ഡിന്നറൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നല്ല സ്വപ്നമൊക്കെ കണ്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് ടാറ്റ ബൈ ബൈ പറയാണ്. This is Fira Foods presents Regal Jewellers Musical Wife, special partner Lois Innerwear, powered by Mighty Future.